ഞാൻ എൻ്റെ PCOD വർക്കൗട്ടും ഡയറ്റും ഒക്കെ തുടങ്ങിയിട്ട് അതിനകത്തൊരു പോസിറ്റീവ് സൈനായിട്ട് എൻ്റെ വെയിറ്റ് ലോസ് സംഭവിക്കുന്നതിനൊപ്പം തന്നെ ഈ മാസത്തെ എൻ്റെ പീരിയഡ്സും വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പീരിയഡ്സ് ടൈമിലാണ് ഉള്ളത്. അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്നും രാവിലെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ടാണ് ഞാൻ തുടങ്ങാറ് വെറും വയറ്റിൽ. പക്ഷേ ഇപ്പോൾ നമുക്ക് പീരിയഡ്സ് ഒക്കെ ആയിരിക്കുന്ന കാരണം നല്ല പെയിനാണ്. അപ്പോൾ അതുകൊണ്ട് ഉലുവ വെള്ളം തിളപ്പിച്ചിട്ട് അതൊരു ചെറു ചൂടിന് കുടിക്കുമ്പോൾ നല്ല ആശ്വാസം കിട്ടും കേട്ടോ. ഉലുവയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമുക്ക് നല്ലതാണ് കേട്ടോ. രാവിലെ വെറും വയറ്റിൽ ചെറു ചൂടിൽ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ വെറും വയറ്റിൽ ഉലുവ വെള്ളമാണ് എടുത്തത് കുടിക്കാനായിട്ട്. ഇപ്പോൾ പീരിയഡ്സ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല. നമ്മുടെ ബോഡിക്ക് ഇപ്പോൾ വേണ്ടത് കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കണം. നമ്മുടെ ബോഡി ഇപ്പോൾ നല്ല റിലാക്സ് ആയിട്ടിരിക്കേണ്ട ടൈമാണ്. അപ്പോൾ എൻ്റെ പെയിനൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുറ്റത്ത് കൂടി കുറച്ച് നേരം ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അത് പെയിൻ അനുസരിച്ചിരിക്കും. എനിക്കങ്ങനെ അധികം പെയിൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പീരിയഡ് ടൈമിൽ ഉണ്ടാവാറില്ല. ആദ്യത്തെ ഒരു ദിവസമൊക്കെയാണ് എനിക്ക് പീരിയഡ്സിൽ നല്ല വേദന ഉണ്ടാവുക. പിന്നീട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ നടക്കാനും എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും തുടങ്ങാൻ കേട്ടോ. ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ ഒന്നും ഞാൻ വർക്കൗട്ടൊന്നും ചെയ്തില്ല. പിന്നെ എൻ്റെ പെയിനൊന്നും മാറിയപ്പോൾ ഒരു ഇച്ചിരി സമയം ഞാനൊന്ന് മുറ്റത്ത് കൂടി നടന്നേ ഉള്ളൂ. കുറച്ച് നേരം ഒന്ന് മുറ്റത്ത് കൂടിയൊക്കെ ഒന്ന് നടന്നു കഴിഞ്ഞിട്ട് ഞാൻ കയറി പോന്നു. പിന്നെ ഒന്ന് കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കണം നമുക്ക് രാവിലത്തെ. എൻ്റെ ഡയറ്റിൻ്റെ വർക്കൗട്ടിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നോർമലി എപ്പോഴും പീരിയഡ്സ് ആകുമ്പോൾ ഉണ്ടാവുന്ന അത്ര വേദന എനിക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് വേദന കൊണ്ട് പൊളയുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ മടി അങ്ങോട്ട് സമ്മതിക്കണ്ടായില്ല കേട്ടോ. പീരിയഡ്സ് ടൈമിലും കൂടാതെ PCODയിലും നമുക്ക് കുറച്ച് മടി കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ അത് ഉണ്ടാക്കാനുള്ള മാനസികാവസ്ഥയിലല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അത് പിന്നെ ഞാൻ സ്മൂത്തിയിലേക്ക് ഒതുക്കി. അപ്പോൾ ഇന്ന് രാവിലത്തെ ഫുഡ് സ്മൂത്തിയാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് സ്മൂത്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് സ്മൂത്തിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. വീട്ടിൽ തന്നെ ഒരു കൊല പഴം പഴുത്തിരിക്കുന്ന കാരണം ഇന്ന് നമുക്ക് പഴം കൊണ്ടുള്ള സ്മൂത്തി ഉണ്ടാക്കാം. PCOD ഫ്രണ്ട്ലി ആയിട്ട് സ്മൂത്തീസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്ക് ഷുഗർ അധികം ഇല്ലാത്ത ഫ്രൂട്ട്സ് വേണം എടുക്കാനായിട്ട്. അതിനകത്ത് ചെറുപഴം, ആപ്പിൾ, ഓറഞ്ച്, കിവി, പിന്നെ ബെറീസ്, പപ്പായ ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ സ്മൂത്തിയിൽ. മിൽക്ക്, യോഗേർട്ട്, തൈര്, ഇനി അതല്ല പച്ചവെള്ളം ആണെങ്കിൽ അത് അങ്ങനെ ഒഴിച്ച് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം. അതിനകത്ത് ചിയാ സീഡും ഫ്ലാക്സ് സീഡ് അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പം നിങ്ങളുടെ ഡയറ്റും വർക്കൗട്ടും ഒക്കെ എവിടെ വരെ ആയിന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ സ്മൂത്തിയൊക്കെ അടിച്ചെടുത്തു. പക്ഷേ എൻ്റെ സ്മൂത്തിക്ക് ചെറുതായിട്ട് കട്ടി കൂടി പോയായിരുന്നു കേട്ടോ. പിന്നെ ഈ അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ അങ്ങ് ക്ഷമിച്ച് അതങ്ങ് കുടിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ചിന്നു എനിക്ക് പണിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ബുക്കിൽ എന്തോ വരയ്ക്കാനൊക്കെ ഉണ്ടായി. അങ്ങനെ അതൊക്കെ ഞാൻ വരച്ചു കൊടുക്കാനായിട്ടിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഡയറ്റും വർക്കൗട്ടിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടതല്ല. ഞാൻ ആ ബെഡിൽ കിടന്ന് നിലവിളിക്കുമായിരുന്നു. എനിക്ക് പെയിൻ എടുത്തിട്ട് ചെറിയൊരു ക്ഷീണം ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പെയിൻ അത്രയും ഇല്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് കേട്ടോ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഓരോ ചെറിയ റിസൾട്ട് ആണെങ്കിൽ പോലും അത് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ കൂടിയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് സോയ ചങ്ക്സ് ആണ് കറിയായിട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഇതെൻ്റെ തീർന്നതാണ്. അപ്പോൾ ഞാനിത് പുതിയ പാക്കറ്റ് വാങ്ങിയത് ഞാൻ പൊട്ടിച്ചിടുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ എനിക്കിങ്ങനെ ഓരോ ബോക്സിലായിട്ട് ഇട്ട് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ ഇന്ന് പുതിയ സോയ ചങ്ക്സ് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് നമ്മളിന്ന് ഉച്ചയ്ക്കത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ എടുക്കുന്ന ഫുഡിൽ പ്രോട്ടീൻ, കാർബ്, മിനറൽസ്, വിറ്റാമിൻ, ഫൈബർ ഇതെല്ലാം ഉള്ള ഫുഡ് അടങ്ങിയത് വേണം നമ്മൾ ഡയറ്റിൽ എടുക്കാനായിട്ട്. ഈ രീതിയിൽ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ വെയിറ്റ് ലോസിനെയാണ് അത് ഗുണം ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആക്കിയാലാണ് നമുക്ക് PCOD കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ PCODയും അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഉച്ചയ്ക്ക് വീട്ടിൽ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ വെജീസ് ഉള്ളത് നമുക്ക് നല്ലതാണ്. അതിൻ്റെ കൂടെ പ്രോട്ടീനായിട്ട് സോയ ചങ്ക്സ് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ സോയ ചങ്ക്സ് ഞാൻ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സോയ ചങ്ക്സ് വളരെ ആഗ്രഹത്തോടു കൂടി വെറൈറ്റി ആയിട്ട് പല രീതിയിൽ ഞാനിങ്ങനെ ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കറി പോലെ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്ന സാധനം പെട്ടെന്ന് എൻ്റെ കൈ തട്ടി നിലത്തേക്ക് വീണു ഗൈസ്. എനിക്ക് വന്ന സങ്കടമാണോ ദേഷ്യമാണോ ഒന്നും അറിയാൻ പറ്റുന്നുണ്ടായില്ല. എൻ്റെ കൈ തട്ടി ആ പാനോട് കൂടി കമഴ്ന്ന് അങ്ങ് നിലത്തേക്ക് വീണപ്പോൾ അയ്യോ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. പിന്നെ വീട്ടിലുണ്ടായ അവിയലും കുക്കുംബറും എടുത്ത് ഞാൻ ചോറുണ്ട് കേട്ടോ. അങ്ങനെ ആ സങ്കടം തീരാനായിട്ട് കുറച്ച് നേരം TVയും കണ്ടിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ മാത്രമല്ല എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ചേച്ചിമാർ രണ്ടുപേരും അവരും ചെയ്യുന്നുണ്ട്. എന്നൊരു വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് വരും. അവരെ കൊണ്ട് വർക്കൗട്ടൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ
പരിപാടിയിലേക്ക് ഞാൻ അവരെയും കൂടെ കൂട്ടി. അങ്ങനെ ഞാൻ ഇന്ന് വന്നപ്പോൾ ഇവിടെ ഇന്നലെ നല്ല മഴയും കാറ്റുമൊക്കെ ആയിരുന്നു. ആ മഴയത്തും കാറ്റത്തും ഇവിടെ മുരിങ്ങ ഉണ്ടായിരുന്നത് ഒടിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ ചേച്ചി അവിടെ ഇല പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുരിങ്ങയെന്ന്. അപ്പോൾ നമ്മുടെ PCODയിൽ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്ന് നമ്മുടെ ഈ കാണുന്ന മുരിങ്ങയിലയാണ്. പൊതുവേ മുരിങ്ങയില മുടി വളരാൻ നല്ലതാണെന്നാണ് പറയുക. PCODയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ഹെയർ ഫോൾ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഇലക്കറികളിൽ ഒന്നുതാ ഈ കാണുന്ന മുരിങ്ങയിലയാണ്. അങ്ങനെ ചേച്ചിനോട് സംസാരിച്ചത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ 2 കൊമ്പും കൊണ്ടാണ് കേട്ടോ വന്നേ മുരിങ്ങയുടെ. ഇവിടെ വീട്ടിലും ഒരു ചെറിയ മുരിങ്ങ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ഒറ്റ കൊമ്പ് പോലെ മുകളിലേക്ക് പോയേക്കാം. നമുക്കത് പറിക്കാനോ എടുക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ അങ്ങ് പൊങ്ങി പോവുകയാണ്. പക്ഷേ ഇതാണെങ്കിൽ നല്ല ശിഖരങ്ങളൊക്കെ ഉള്ള മുരിങ്ങയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്തിട്ട് പോന്നു. വീട്ടിൽ വരുമ്പോൾ അമ്മ ദാ ഇവിടെ മുരിങ്ങയുടെ ഇല പറിച്ചുകൊണ്ടിരിക്കുന്നു. ചേച്ചി ഇതിനിടയ്ക്ക് വന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് പോയതാണ്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മച്ചി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. അമ്മച്ചി വരുമ്പോൾ കാണുന്നത് മുറ്റത്തിരിക്കുന്ന ആ 2 കൊമ്പാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി പറഞ്ഞത് റംബൂട്ടാൻ പറിക്കാമെന്ന്. വീട്ടിൽ റംബൂട്ടാൻ മേളിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമുക്കത് കയ്യെത്തിച്ച് പറിക്കാൻ പറ്റില്ല. 2-3 ആൾക്കാരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാണ്. അമ്മച്ചി വന്നിട്ട് പറിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലൊരു 3-4 റംബൂട്ടാൻ മരമുണ്ട്. അതിനകത്ത് ഈ ഒരെണ്ണം മാത്രമാണ് മഞ്ഞ കളറിലുള്ള റംബൂട്ടാൻ ഉള്ളത്. ബാക്കിയൊക്കെ ചുവന്ന കളറിലാണ് കേട്ടോ. ആ കാണുന്ന മഞ്ഞ കളറിൽ റംബൂട്ടാനാണ് ആ നിൽക്കുന്ന മരം മാത്രം. അതാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. നമുക്ക് റെഡ് കളറിലുള്ള റംബൂട്ടാനേക്കാളും വേറൊരു ടേസ്റ്റാണ് ഈ മഞ്ഞ കളറിന് കേട്ടോ. ഒരു പുളിയും മധുരവും ഒക്കെ കൂടി ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അമ്മച്ചി അത് പറിച്ച് ഒന്നും നോക്കാണ്ട് പുറകിലേക്ക് വലിച്ചു വാരിയിരുന്നുണ്ട്. കാരണം അത് നിൽക്കുന്നിടം അത്ര നല്ല സ്ഥലത്തല്ല. അവിടെ നിന്ന് കാല് തന്നെ താഴെ പോയി കിടക്കും. അങ്ങനെ അമ്മച്ചി അത് പറിച്ചെടുത്തു. ഇതാണ് കേട്ടോ. ഇങ്ങനെ ശരിക്കും റൗണ്ട് ഷേപ്പിലാണ് ഇത് ഇരിക്കുന്നത്. മറ്റേ റംബൂട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഓവൽ ഷേപ്പ് പോലെയാണ്. അങ്ങനെ ഈ റംബൂട്ടാൻ ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഈ റംബൂട്ടാൻ ഇത് ആദ്യമായിട്ടാണ് ആ മരത്തിൽ ഉണ്ടാവുന്നത്. ഈ വർഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീട്ടിൽ അമ്മച്ചി വന്നപ്പോൾ ചായക്ക് കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു മനഃശക്തി വെച്ച് ഞാൻ അതിനെ മൈൻഡ് ചെയ്തില്ല. ചിന്നൊക്കെ കിടന്നും നിന്നും ഒക്കെയാണ് തിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ മുന്നിൽ വെച്ച് അവരത് കഴിച്ചെങ്കിലും ഞാനത് മൈൻഡ് ചെയ്യാൻ നിന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഡയറ്റ് ഫുഡായിട്ട് നൈറ്റിൽ ഞാൻ ചപ്പാത്തി പരിപ്പ് കറിയും പിന്നെ ആ മുരിങ്ങയിലയും കൂടി ഇട്ടിട്ട് കറിയാക്കി എടുത്തിട്ടു. എൻ്റെ നൈറ്റിൽ ഞാൻ എന്താ കഴിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ചപ്പാത്തി എടുക്കുകയുള്ളൂ. പിന്നെ കറി ഇതുപോലെ എന്തെങ്കിലും എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം.